ആലപ്പാട് പുത്തൻചുണ്ടൻ, പുളിങ്കുന്ന്, ആയാപറമ്പ് പാണ്ടി, ഇങ്ങനെ 4 വള്ളങ്ങളാണ് രണ്ടാമത്തെ ഹീറ്റ്സ് ആരംഭിക്കുമ്പോൾ ഇപ്പോൾ മത്സരത്തിന് എത്തിച്ചേർന്നിരിക്കുന്നത്. ആഗസ്റ്റ് 30 ഭാരതത്തിന്റെ അന്നത്തെ രാഷ്ട്രപതി ശ്രീമതി പ്രതിഭാദേവി സിംഗ് പാട്ടീൽ തന്റെ സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയ പ്രസിഡന്റ് ട്രോഫി മത്സരം കൊല്ലം നഗരത്തിന്റെ തേവള്ളിക്കടവ് മുതൽ വടക്കോട്ട് ബോട്ടുചട്ടി വരെയുള്ള 1100 മീറ്റർ നീളം, ഏതാണ്ട് 1 കിലോമീറ്റർ മേൽ നീളമുള്ള ഈ നെട്ടായത്തിലാണ്, അഷ്ടമുടിക്കായലിന്റെ ഈ നെട്ടായത്തിലാണ് ആരംഭിക്കുന്നത്, ഈ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ വള്ളങ്ങൾ നമ്പർ 23 ആലപ്പാട് പുത്തൻചുണ്ടൻ, NBC ചെമ്പുംപുറം അവതരിക്കുന്ന ആലപ്പാട് പുത്തൻചുണ്ടൻ, യുവരശ്മി ബോട്ട് ക്ലബ്ബ് ശിങ്കാരപ്പള്ളി പുളിങ്കുന്ന് ചുണ്ടൻ, ആയാപറമ്പ് പാണ്ടി, കൊല്ലം ടൗൺ ക്ലബ്ബ് അവതരിപ്പിക്കുന്ന ആയാപറമ്പ് പാണ്ടി, വെള്ളം കുളങ്ങര. ഈ 4 ചുണ്ടൻ വള്ളങ്ങളാണ് 1, 2, 3, 4 ട്രാക്കുകളിൽ കൂടി കുതിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. യഥാക്രമം ഇപ്പോൾ മുമ്പോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് ആലപ്പാട് പുത്തൻചുണ്ടനാണ്. വാർത്തകളിൽ ഏറെ ഇടം നേടിയ വള്ളമാണ് ആലപ്പാട് പുത്തൻചുണ്ടൻ. 1988 110 വനിതകളെ ഇരുത്തി കൊച്ചി കായലിൽ ഈ വളകിലുക്കം കേൾപ്പിച്ച ആ ചുണ്ടൻ വള്ളം, ആൺകോയ്മയുടെ ഭഞ്ജനം നടത്തിയ ആ ചുണ്ടൻ വള്ളമാണ് ഇപ്പോൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. 1995 7 മാസം കൊണ്ട് പണിതീർത്ത വള്ളമെന്ന ഒരു ഖ്യാതിയും ഇതിനുണ്ട്. 1997 99 നെഹ്റു ട്രോഫി ബോട്ട് റേസ് നേടിയ കീർത്തി ഈ ആലപ്പാട് പുത്തൻചുണ്ടൻ വള്ളത്തിലുണ്ട്. 53.25 കോൽ നീളവും 50 ഇഞ്ച് വീതിയും 50 അങ്കുലം വീതിയും 95 തുഴക്കാരും 5 അമരക്കാരും 4 തിരക്കാരുമുള്ള 100ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ആലപ്പാട് പുത്തൻചുണ്ടൻ ശ്യാം റോയ് സുധാകരൻ നർബോധന ബോട്ട് ക്ലബ്ബ് ചെമ്പുംപുറം ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ചുണ്ടൻ വള്ളങ്ങളുടെ 2ാം പാദ മത്സരത്തിൽ ഇപ്പോൾ ആയാപറമ്പ് വണ്ടിയും വെള്ളംകുളങ്ങരയും തമ്മിലുള്ള ഒരു മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വളരെ നിർണായകമായ അത് ഒരു ഫോട്ടോ ഫിനിഷിൽ കൂടി മാത്രം തീരുമാനം എടുക്കേണ്ടി വരുന്ന രീതിയിൽ ആയാപറമ്പ് വണ്ടി ആലപ്പാട് പുത്തൻചുണ്ടൻ ഇതാ പുളിങ്കുന്ന് ഫിനിഷ് ചെയ്യുന്നു എന്ന് തോന്നുന്നു. കെ അരുൺകുമാർ, യുവരശ്മി ബോട്ട് ക്ലബ്ബ് ശിങ്കാരപ്പള്ളി